നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മമ്മി ക്ഷമിച്ചു. ദേ, എന്റെ മോള് സങ്കടപ്പെടാതിരുന്നാ മതി. മമ്മി എന്നോടൊന്നും ചോദിച്ചില്ല. മമ്മിയോട് ഒരു വാക്ക് പോലും പറയാതെ മോള് പോയെങ്കിലും ഇപ്പൊ മമ്മിയെ ഓർക്കുന്ന മോള് അപ്പ അതൊന്നും ഓർത്തില്ലല്ലോ. കരയരുത്. കരഞ്ഞു തീർക്കാനുള്ളതല്ല പെണ്ണിന്റെ ജീവിതം. എന്റെ മമ്മി തന്നെ നിനക്കൊരു ജീവിത പാഠമല്ലേ മോളെ? മമ്മി ആദ്യമായി ദക്ഷ എന്ന് വിളിച്ചത് നിന്റെ ഡാഡിയുടെ അമ്മയാ. സ്വന്തം അമ്മയുടെ പേരാ നിന്റെ ഗ്രാൻഡ്മ എനിക്കിട്ടത്. ആ പേരിനൊരു ബലമുണ്ടായിരുന്നു. ഗൗരി നന്ദന എന്ന ദുർബലയായ പെണ്ണിന് ചിറക് മുളച്ചത് അവിടെ നിന്ന. മോളിപ്പ കാണിച്ച അവിവേകം നിനക്കൊരു പാഠമാവണം. വാ, അകത്തേക്ക് പോവാം. വാ. ഇരിക്ക. മമ്മി എന്നെ ഒന്ന് ശ്വാസിക്കേ. മമ്മി നിന്നെ കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ ചെയ്യില്ല. നിന്റെ മനസ്സ് ഇപ്പൊ ശാന്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ വേദന സഹിക്കാൻ കഴിയാതെ ചെയ്തു പോയതാ മമ്മി. ഇതിലൂടെ ജീവൻ ഒഴുക്കി കളയുകയാണോ അതിനുള്ള പ്രതിവിധി? ഒരു ജീവന്റെ തുടിപ്പായി മമ്മിയുടെ വയറ്റിൽ നീ വന്നു പിറന്നതു മുതൽ ഇപ്പോ എന്റെ മുന്നിൽ ഒരു പെണ്ണായി ഇരിക്കുന്നത് വരെയുള്ള ജീവിതയാത്രയെപ്പറ്റി എപ്പോഴെങ്കിലും മോള് ചിന്തിച്ചിട്ടുണ്ടോ? തളർന്നു കിടക്കുന്ന നിന്റെ ഡാഡി ഓർത്തു മോളെ? ഒരു നഷ്ടബോധത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല മോളെ ജീവിതം. നിനക്ക് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. സ്വന്തം ആഗ്രഹം സഫലമാക്കാൻ മാത്രമല്ല ഒരു മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്നിൽ ഞങ്ങൾ അർപ്പിച്ച പ്രതീക്ഷകൾ വെറുതെയായി പോകാനുള്ളതാണോ? നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പിന്നെ ആരാ ഒരു അനന്തരാവകാശി? ആയിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നു. അവരെയൊക്കെ ആര് സംരക്ഷിക്കും? എനിക്ക് പറ്റിയത് തെറ്റ് തന്നെയാ മമ്മി. സഞ്ജു എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. എനിക്കെല്ലാം ഇരുട്ടായി തോന്നി. സ്വാതി പറഞ്ഞതാ സഞ്ജുവിനോട് എന്നെ വിവാഹം കഴിക്കാൻ. ഒരു വാശി പോലെ കാലുകൾ മുറിച്ചു മാറ്റാൻ പോകുന്നവളെ മതിയെന്ന് സഞ്ജു പറഞ്ഞപ്പോ പിന്നെ അവനിൽ എനിക്ക് എന്ത് പ്രതീക്ഷയാ ഉള്ളത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.